ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഈ വർഷം നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്രിലിംസിൻ്റെയും അതുപോലെ മെയിൻസ് പരീക്ഷയുടെയും സിലബസ് ഈ വർഷം തുടക്കത്തിൽ തന്നെ PSC പുറത്തുവിട്ടിരുന്നു. അപ്പം അതുകൊണ്ട് പല ആൾക്കാർക്കും വളരെയധികം സംശയങ്ങൾ ഉണ്ടാവും. പ്രിലിംസിന് വേണ്ടി പഠിക്കണം, ഇനി ആദ്യം പ്രിലിംസ് ആണല്ലോ. സോ അതുകൊണ്ട് പ്രിലിംസിന് വേണ്ടി പഠിക്കണോ, ഇനി മെയിൻസിന് വേണ്ടി പഠിക്കണോ, മെയിൻസിന്റെ സിലബസ് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു സ്മാർട്ട് പ്ലാൻ ആണ്. സ്മാർട്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ മെയിൻസിന്റെയും പ്രിലിംസിന്റെയും സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഒരേ ടോപ്പിക്കുകൾ കിടക്കുന്നുണ്ടാവും. അതായത് മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പർ നിങ്ങൾക്കറിയാം, ഇത്തവണത്തെ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേപ്പറാണ് അല്ലെ മെയിൻസ് പരീക്ഷയിൽ. അപ്പൊ മെയിൻസ് പരീക്ഷയിലെ ഒന്നാമത്തെ പേപ്പറും പ്രിലിംസ് പേപ്പറിലെയും ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ ടോപ്പിക് നോക്കിക്കഴിഞ്ഞാൽ സെയിം ടോപ്പിക് ആയിരിക്കും നമുക്ക് കാണുന്നുണ്ടാവും. 1-2 മാറ്റങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം സെയിം ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മെയിൻ പേപ്പറിൽ മെയിൻ എക്സാമിന്റെ സെക്കൻഡ് പേപ്പറിൽ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഗവേണൻസുമായി ബന്ധപ്പെട്ട് ഓൾറെഡി പ്രിലിംസിലുള്ള ടോപ്പിക്സ്, അതിനെ കുറച്ച് ഡെപ്തിൽ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ കൂടി ആ ടോപ്പിക് എന്തിൽ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അത്തരം കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയത്. അതായത് നമുക്കൊരു സ്മാർട്ട് സ്റ്റഡി പഠിക്കുമ്പോൾ ഒരുമിച്ച് പഠിക്കുക. നിങ്ങൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുക, മെയിൻസിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെ പഠിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ മെയിൻസിലെ ലക്ഷ്യത്തിലേക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ മെയിൻസിൽ ചില ടോപ്പിക്സ് ഉണ്ടാവും, പ്രിലിംസിന് അത് ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ആ ടോപ്പിക്കിന് എന്താണ് ഇനിയിപ്പോ പ്രിലിംസിനില്ല, മെയിൻസിനാണുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, മറ്റു ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് പഠിക്കുക, ആ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക എന്നതാണ് നമ്മുടെ ഒരു സ്മാർട്ട് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പ്രിലിംസ് എക്സാമിലും മെയിൻസ് എക്സാമിലും ഓക്കെ ആയിട്ട്, അതായത് ഈക്വൽ ആയിട്ട് സെയിം ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് അത് നമുക്ക് നോക്കാം. സോ ഈ കാണുന്നതാണ് ഇവിടെ കോമൺ ടോപ്പിക്സ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ആണ്. സോ അവിടെ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സിവിക്സ് ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ഉണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇങ്ങനെ ഏകദേശം എത്രയാണ് ടോട്ടല് 11 അല്ലെ, 11 ടോപ്പിക്സ് ഉണ്ട് അല്ലെ. ടോട്ടല് 11 ടോപ്പിക്സ് ഉണ്ട്. ഈ 11 ടോപ്പിക്സിൽ 100 മാർക്കാണ് പ്രിലിംസിന്റെ വെയിറ്റേജ്. പിന്നെ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അടുത്തൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് നമ്മൾ നോക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നമുക്ക് ഡിഗ്രി പ്രിലിംസിന് പഠിക്കേണ്ട സിലബസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പർ, മെയിൻസ് 2 പേപ്പറാണ്. അതിന്റെ ഫസ്റ്റ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി, അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റമുണ്ട്. എന്നാൽ പോലും നിങ്ങൾ ആ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രിലിംസിന്റെ സിലബസും മെയിൻസ് പേപ്പർ 1ന്റെ സിലബസും അതിലുള്ള കണ്ടന്റ് സെയിം തന്നെയാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. അപ്പോൾ ഹിസ്റ്ററി പ്രിലിംസിൽ പഠിക്കാനുണ്ട്, ജോഗ്രഫി പഠിക്കാനുണ്ട്, കണ്ടോ, എക്കണോമിക്സ് പഠിക്കാനുണ്ട്. മാറ്റം വരുന്നത് ഒന്ന് എവിടെയാണ്, ഇവിടെയാണ്, ഈ ഏരിയയിലാണ് മാറ്റം വരുന്നത്. അതായത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ഈ ഒരു ഏകദേശം 21 മാർക്ക് അത് ആക്ച്വലി എന്തിലില്ല, പ്രിലിംസിലില്ല. പക്ഷേ അതുമായി റിലേറ്റ് ചെയ്തിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിലിംസിൽ എത്ര മാർക്ക് ഉണ്ട്, 5 മാർക്ക് ഉണ്ട്. ഏകദേശം സയൻസ് റിലേറ്റഡ്, കംപ്ലീറ്റ് ആയിട്ടും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ആവത്തില്ല, എന്നാൽ കൂടി ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻവെൻഷൻസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ്, ബയോളജിയുമായി ബന്ധപ്പെട്ട് ബയോടെക്നോളജിയിലെ പല കാര്യങ്ങൾ, ഇതൊക്കെ 5 മാർക്കിന് എവിടെ വരുന്നുണ്ട്, നമ്മുടെ പ്രിലിംസ് എക്സാമിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എവിടെയാണ് വരുന്നത്, ഈ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി. ഇത് മെയിൻ പേപ്പറിലെ ഫസ്റ്റ് പേപ്പറിലുണ്ട്, മെയിൻസ് എക്സാമിലെ ഫസ്റ്റ് പേപ്പറിലുണ്ട്. എന്നാൽ അത് എന്തിലില്ല, പ്രിലിംസിൽ അത് ഇല്ല. ഇനി അടുത്തത് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, അതുള്ളതാണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അതിവിടെ ഉള്ളതാണ്. സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി അല്ലെ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. സോ നമ്മള് പ്രിലിംസിന്റെയും മെയിൻസ് പേപ്പർ 1ന്റെയും
സോ അതിന്റെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലെയും സിലബസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. ഈ ഒരു 4, 5, 6 ഈ 3 ടോപ്പിക്സിലാണ് കാര്യമായിട്ട് എന്ത് വരുന്നത്, മാറ്റം വരുന്നത്. അതിന് പകരമായിട്ട് പ്രിലിംസ് ഉള്ളത് ഏതാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഏകദേശം അതിൽ കൂടുതലായിട്ടും ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസ്, ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് അതിൽ ചോദിക്കാറ്. ചെറുതായിട്ട് ഈ ടോപ്പിക്കിനോട് ടച്ച് ഉണ്ട്, എന്നാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രിലിംസിനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എപ്പോഴും മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. പ്രിലിംസിന് ഒരു സ്റ്റഡി, അത് കഴിഞ്ഞാൽ മെയിൻസിന് വേറൊരു സ്റ്റഡി, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പഠിക്കുമ്പോൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് മെയിൻസിന്റെ പേപ്പർ 1 പഠിക്കുവാണെങ്കിൽ ഈ ഒരു 3 ടോപ്പിക്, ഈ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ഈ 3 ടോപ്പിക് നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്ത ശേഷം ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് എവിടെയും വരുന്നുണ്ട്, പ്രിലിംസിലും വരുന്നുണ്ട് അല്ലെ. ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് എവിടെയും വരുന്നുണ്ട്, പ്രിലിംസിലും വരുന്നുണ്ട്. അത് വ്യക്തമായിട്ട് A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. സോ നമുക്കത് പ്രിലിംസിനും ഹെൽപ്ഫുൾ ആയിട്ട് മാറും. അതും ഹിസ്റ്ററിക്ക് 10 മാർക്ക് വെയിറ്റേജ് ആണ് എവിടെ വരുന്നത്, നമ്മുടെ പ്രിലിംസിൽ വരുന്നത്. അപ്പൊ അത് പ്രിലിംസിനും ഹെൽപ്ഫുൾ ആണ്. ആകെ നമ്മൾ എക്സ്ട്രാ വെയിറ്റേജ് ഉണ്ട് പ്രിലിംസിൽ എവിടെയാണ്, ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്. ഓക്കെ, പിന്നെ മെയിൻസിന് എന്തില്ല, സിവിക്സ് ഇല്ല. ഓക്കെ, സിവിക്സ് ഓക്കെ. ഒരു കാര്യം കൂടി ഉണ്ട്, പ്രിലിംസിന് സിവിക്സ് ഉണ്ട്, ഞാനത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. പ്രിലിംസിന് സിവിക്സ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻസിന് അതില്ല. അതുകൂടി ഉണ്ട്. സിവിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് സിവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ഈ ഒരു സിവിക്സിനെ ശരിക്കും പറയാൻ പറ്റത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ എക്സാമില് പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ സിവിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പഠിക്കുന്നത് എവിടെയും യൂസ് ആക്കാൻ പറ്റും, നമുക്ക് മെയിൻസ് എക്സാമിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വലി സിവിക്സ് നമ്മൾ ഈ ഒരു ഇത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ടും ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിക്ക് റീപ്ലേസ് ആയിട്ട് ആര് വരുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്നുണ്ട്. അതാണ് മാറ്റം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. പ്രിലിംസിന് സ്റ്റഡി ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 ടോപ്പിക് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസിലോട്ട് വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സെറ്റാണ് അല്ലെ. മെയിൻസിലോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗം സെറ്റാണ് നിങ്ങൾക്ക്. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു 3 ടോപ്പിക് എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. സോ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ അതുപോലെ തന്നെ പേപ്പർ 2 വന്നാൽ, പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷന് 12 മാർക്കാണ്. നമുക്ക് പ്രിലിംസിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഡിഗ്രി പ്രിലിംസിന് എന്ത് വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അത് 5 മാർക്കുള്ള വെയിറ്റേജ്. എന്നാൽ മെയിൻസ് പേപ്പർ 2 വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് 12 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ പ്രിലിംസിന്റെ ആ ഒരു സിലബസ് തന്നെയാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്ലൈ ചെയ്യാൻ ഇനിയും ദിവസങ്ങളുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളത് ലാഗ് ചെയ്യണം എന്നല്ല പറയുന്നത്, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്, അതിൻ്റെതായ പ്രിപ്പറേഷനും ഒരു ടൈം ഒക്കെ ഇതിന് ആവശ്യമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. സോ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം നമ്മൾ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട്, മീൻസ് അങ്ങനെയല്ല, പ്രിലിംസും മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടാണ്. സോ എന്താണ്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ 8590202323 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരു ടൈം ടേബിൾ സ്റ്റഡി മെത്തേഡാണ്. ആദ്യമായിട്ട് PSC പ്രിപ്പയർ ചെയ്യുന്നവർക്കും പഠിച്ച ഒരു റിവിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവർക്കൊക്കെ കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ സ്റ്റഡി മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് 8590202323 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നമ്മൾ വൺസ് അഗെയിൻ ഇതിലോട്ട് തിരിച്ചു വരികയാണ്. സിവിക്സ് നമ്മൾ പ്രിലിംസിൽ എന്തുണ്ടായിരുന്നു, സിവിക്സ് ഉണ്ടായിരുന്നു. ഡിഗ്രി പ്രിലിംസിൽ എന്തുണ്ട്, സിവിക്സ് ഉണ്ട്. അത് നമുക്ക് എവിടെ വരുന്നുണ്ട്, 5 മാർക്കിന് മെയിൻ പേപ്പറിന്റെ മെയിൻ എക്സാമിന്റെ പേപ്പർ 2 വരുന്നുണ്ട്. അപ്പോൾ
ഞാൻ പറഞ്ഞല്ലോ സിവിക്സ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ പഠിക്കേണ്ട, നേരത്തെ പറഞ്ഞ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം സിവിക്സ് നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻസിന്റെ പേപ്പർ 2 ഒരു ടോപ്പിക് ആണ്, ഒരു മൊഡ്യൂൾ ആണ് ഇത് സിവിക്സ് എന്ന് പറയുന്നത്, 5 മാർക്കിന്റെ മൊഡ്യൂൾ. സോ അതുകൊണ്ട് സിവിക്സ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് എന്തിലേക്ക് കൂടി ആവശ്യമാണ്, മെയിൻസ് എക്സാമിലേക്ക് കൂടി ആവശ്യമാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അടുത്തത് എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് 20 മാർക്ക്. അതും ഏകദേശം നമ്മുടെ പ്രിലിംസിലുള്ള സിവിക്സിൽ ഏകദേശം അതിന്റെ ചെറിയ വാട്ടർ ഷെഡ് മാനേജ്മെന്റ്, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ലാൻഡ് റിഫോംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിന് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, സിവിക്സിന്റെ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഈ ഒരു 20 മാർക്കിന്റെ ചെറിയൊരു പോർഷൻ, വേണമെങ്കിൽ ഒരു 20% നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു സിവിക്സിന് കുറച്ച് ഭാഗങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഗവേണൻസ് ആണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അവിടെ പഠിക്കാനുണ്ട് കേട്ടോ. സിവിക്സിന്റെ ഭാഗത്ത് ഗവേണൻസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടും ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ അതും ഒന്നുകൂടി ഡെപ്തിലുണ്ട്. MIS ഇപ്പോഴത്തെ LSTS എക്സാമിനൊക്കെ ചോദിച്ചിരുന്നു ഈ MIS എന്ന് പറഞ്ഞ സിസ്റ്റത്തെ കുറിച്ച്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, അത് ഇത്തവണത്തെ LSTS എക്സാമിനൊക്കെ ഉണ്ടായ ഒരു സിലബസ് ആയിരുന്നു ഗവേണൻസ് എന്ന് പറയുന്നത് 10 മാർക്കിന്റെ. അപ്പോൾ ഓൾറെഡി അത് സിവിക്സിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏകദേശം നമ്മുടെ സിലബസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വൺസ് അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. ആകെ വ്യത്യാസം വരുന്നത് ആ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ആണ്. പിന്നെ മെയിൻസിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് അഡീഷണൽ ആയിട്ട് ഈ മെയിൻ പേപ്പറിൽ കുറച്ച്, സെക്കൻഡ് പേപ്പറിൽ കുറച്ചുകൂടി അഡീഷണൽ ടോപ്പിക്സ് വരുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പ്രിലിംസിലും പഠിക്കുന്നതാണ്. ഇപ്പൊ സിവിക്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ആഡ് ഓൺ ചെയ്താൽ മതി. അതുപോലെ ഗവേണൻസ്, പിന്നെ നേരത്തെ പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ആഡ് ഓൺ ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം ഏകദേശം എന്താണ്, സെയിം ടോപ്പിക് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ മെയിൻസിന് വരുന്ന സെയിം ടോപ്പിക് ഓൾറെഡി പഠിച്ചു വെക്കുക. പിന്നെ പ്ലസ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ചു വെക്കുക. ദെൻ മെയിൻസിലോട്ട് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഓൾറെഡി ആ ഒരു സെയിം ടോപ്പിക് ഓൾറെഡി സെറ്റ് ആണ്. ബാക്കി എന്ത് പഠിച്ചാൽ മതി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. പിന്നെ കുറച്ച് മെയിൻ പേപ്പറിലെ കണ്ടന്റ്സ്, അതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ സിവിക്സ്, പിന്നെ ഗവേണൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതൊക്കെ കുറച്ച് സിവിക്സിന്റെ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരു 60% മാർക്കിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടും മെയിൻസ് ഓറിയന്റഡ് ആയിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ചത്. അപ്പൊ ഇതിൽ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെയാണ് കോമൺ ആയിട്ട് എക്സാമിന് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ മാറ്റുക. സോ ഈ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും, അത് എക്സാമിനെ കുറിച്ചാണെങ്കിലും മറ്റു കോഴ്സുകളെ കുറിച്ചാണെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, PSC പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.